പുരാതന കാലത്തുണ്ടായിരുന്ന ജെറുസലേം ദേവാലയത്തിന്റെ പടിഞ്ഞാറേ ഭിത്തിയാണിത്. ജെറുസലേം ദേവാലയം ഇരുന്ന ഈ സ്ഥലത്ത് ഇന്നുള്ളത് അൽ അസ്ക, ഡോം ഓഫ് ദ റോക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മുസ്ലിം പള്ളി സമുച്ചയമാണ്. ഇവിടെ പഴയ പ്രതാപത്തോടെ ഒരു ദേവാലയം നിർമ്മിക്കുക എന്നത് ഓരോ യഹൂദന്റെയും സ്വപ്നമാണ്. നഷ്ടപ്പെട്ടുപോയ ആ സുവർണകാലത്തെ ഓർത്ത് യഹൂദർ ഈ ഭിത്തിയിൽ തലയിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ ആചാരമാണ്. അതിനാൽ ഈ ഭിത്തി വിലാപമതിൽ എന്നും അറിയപ്പെടുന്നു. കർത്താവ് കുരിശിൽ കിടന്ന് പറഞ്ഞ പ്രകാരം യേശുനാഥന്റെ മരണശേഷം മാതാവ് ജീവിച്ചത് യോഹന്നാൻ ശ്ലീഹായോടൊപ്പമായിരുന്നു. ഇവിടെയായിരുന്നു യോഹന്നാന്റെ ഭവനം. ഇതിപ്പോൾ സിയോനിലെ ഹാഗിയ മരിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വച്ചാണ് മാതാവ് സ്വർഗാരോപണം ചെയ്തത്. ഉറങ്ങിക്കിടന്ന മാതാവിനെ 2 മാലാഖമാർ ഉടലോടെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് കത്തോലിക്ക വിശ്വാസം. അതിനാൽ ഇത് മാതാവ് ഉറങ്ങിയ സ്ഥലം എന്നും അറിയപ്പെടുന്നു. ഗത്സമേൻ തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്താണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മൃതദേഹം സംസ്കരിച്ചത് എന്നാണ് അർമേനിയൻ ഗ്രീക്ക് ഓർത്തഡോക്സുകാർ വിശ്വസിക്കുന്നത്. 1130 കുരിശ് യുദ്ധക്കാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നാണിത്. ഇവിടെയായിരുന്നു മാതാവിന്റെ ശവകുടീരം എന്ന് അവർ വിശ്വസിക്കുന്നു.